ഡോളർ കള്ളക്കടത്തു കേസിൽ കസ്റ്റം ചോദ്യം ചെയ്തിട്ടുള്ള കളങ്കിതനായിട്ടുള്ള ലഫീർ മുഹമ്മദ് എന്ന് പറയുന്ന പൊന്നാനിയിലെ വിദേശ വ്യവസായി, ഇദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ബിനാമിയാണോ? ഒരു കാരണവശാലും ഇത് അനുവദിക്കുകയില്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രി, കേരളത്തിലെ സ്പീക്കർ, കേരളത്തിലെ 3 മന്ത്രിമാർ, ഇവരെല്ലാം ഒത്തൊരുമിച്ചും കൂട്ടായും ആസൂത്രണം ചെയ്തിട്ടുള്ളതാണ് ഡോളർ കള്ളക്കടത്ത് കേസ് എന്നുള്ളതാണ്. അതിൽ യോഗത്തിൽ പോലും പങ്കെടുക്കാൻ കാലുകുത്താൻ ഈ ലഫീർ മുഹമ്മദിനെ BJP അനുവദിക്കില്ല. NITയുടെ ചരിത്രത്തിൽ, തിളക്കമാർന്ന ചരിത്രത്തിൽ ഇന്നേ വരെ ഇത്തരത്തിലുള്ള ഒരു ആരോപണ വിധേയനായിട്ടുള്ള കളങ്കിതനായിട്ടുള്ള ഒരു വ്യക്തി ഗവേണിംഗ് ബോഡിയിൽ വന്നിട്ടില്ല. നമസ്കാരം. NITയുടെ ഗവേണിംഗ് ബോർഡിലേക്ക് സംസ്ഥാന സർക്കാരിന്റെ പുതിയ നോമിനി വലിയ വിവാദങ്ങൾക്കാണ് തിരികൊളുത്തിയിരിക്കുന്നത്. വിവാദ വ്യവസായിയായ ലഫീർ മുഹമ്മദിനെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കോഴിക്കോട്ടെ കോൺഗ്രസിന്റെ നേതൃത്വം പോലും അറിയാതെ നോമിനേറ്റ് ചെയ്തത് എന്നുള്ളതാണ് ആരോപണം. ഇപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് നമ്മളോട് പ്രതികരിക്കുന്നത് BJP കോഴിക്കോട് സിറ്റി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രകാശ് ബാബുവാണ്. ചേട്ടാ, ഇപ്പോൾ വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ് NITയിലെ ഗവേണിംഗ് ബോർഡ് നിയമനവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. ഈ കോഴിക്കോട് NIT എന്ന് പറയുന്നത് രാജ്യത്തെ അക്കാദമിക മികവിൽ 3-ാം സ്ഥാനത്ത് നിൽക്കുന്ന NIT ആണ്. മറ്റു പല കാര്യങ്ങളിലും സ്റ്റാഫ് പാറ്റേൺ, അതേപോലെ തന്നെ സ്റ്റുഡൻസുകളുടെ എണ്ണം, ഇതിലും 1-ാം സ്ഥാനത്താണ്. അങ്ങനെയുള്ളൊരു NIT എന്ന് പറയുന്ന സ്ഥാപനത്തിൽ നിലവിൽ ഇപ്പോൾ ഗവേണിംഗ് ബോഡിയുടെ അംഗമായിട്ട് ഡോളർ കള്ളക്കടത്തു കേസിൽ കസ്റ്റം ചോദ്യം ചെയ്തിട്ടുള്ള ഒരു വിദേശ വ്യവസായിയെ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി VD സതീശൻ അദ്ദേഹത്തിന്റെ ശുപാർശ ചെയ്തിരിക്കുന്നു, അദ്ദേഹത്തെ നിയമിച്ചിരിക്കുന്നു. ഒരു കാരണവശാലും ഇത് അനുവദിക്കുകയില്ല. കാരണം കേരളത്തിലെ കോൺഗ്രസിൽ അല്ലെങ്കിൽ UDFൽ നല്ല വിദ്യാസമ്പന്നരായിട്ടുള്ള പ്രൊഫഷണൽ കോൺഗ്രസിലോ മറ്റോ ഒരാളും ഇല്ലാത്തതിന്റെ ഒരു പ്രശ്നമാണോ കോൺഗ്രസ് നേരിടുന്നത്? ഇനി അതല്ല, ഈ പറഞ്ഞ ഡോളർ കള്ളക്കടത്തു കേസിൽ കസ്റ്റം ചോദ്യം ചെയ്തിട്ടുള്ള കളങ്കിതനായിട്ടുള്ള ലഫീർ മുഹമ്മദ് എന്ന് പറയുന്ന പൊന്നാനിയിലെ വിദേശ വ്യവസായി, ഇദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ബിനാമിയാണോ? ഇദ്ദേഹം കേരളത്തിലെ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പിന്റെ ഫണ്ടിങ് ഏജൻസിയാണോ? ഇതൊക്കെ തന്നെ പറയേണ്ടത് ബഹുമാനപ്പെട്ട VD സതീശനാണ്. കാരണം VD സതീശന് അൾസിമേഷ്യസ് ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു സംശയം വരികയാണ്. കാരണം 2022 ഡോളർ കള്ളക്കടത്തു കേസിൽ സ്വപ്ന സുരേഷ് പറയുന്നത് കേവലം ആരോപണങ്ങളല്ല, വിശ്വാസയോഗ്യമായിട്ടുള്ള വിവരങ്ങളാണ് എന്ന് പത്രമാധ്യമങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ് VD സതീശൻ. സ്വപ്ന സുരേഷ് അന്ന് പറഞ്ഞിട്ടുള്ളത് കേരളത്തിന്റെ മുഖ്യമന്ത്രി, കേരളത്തിലെ സ്പീക്കർ, കേരളത്തിലെ 3 മന്ത്രിമാർ, ഇവരെല്ലാം ഒത്തൊരുമിച്ചും കൂട്ടായും ആസൂത്രണം ചെയ്തിട്ടുള്ളതാണ് ഡോളർ കള്ളക്കടത്ത് കേസ് എന്നുള്ളതാണ്. ആ ഡോളർ കള്ളക്കടത്ത് കേസിൽ കേരളത്തിൽ നിന്ന് ഈജിപ്ഷ്യൻ പൗരൻ വിദേശത്തേക്ക് കടത്തിയിട്ടുള്ള ഡോളർ വിദേശത്ത് നിന്ന് വാങ്ങി എന്നുള്ളതിന്റെ പേരിലാണ് ഇദ്ദേഹത്തെ കസ്റ്റം ചോദ്യം ചെയ്തിട്ടുള്ളത്. അങ്ങനെയുള്ള ഒരു വ്യക്തിയെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് VD സതീശൻ ഇവിടെ നിയമിച്ചത് എന്നുള്ളത് അദ്ദേഹം പറയണം. ഞങ്ങളുടെ നിലപാട് വ്യക്തമാണ്. കാലുകുത്താൻ NITയുടെ ക്യാമ്പസിൽ എന്ന് പറഞ്ഞാൽ അക്കാദമിക രംഗത്ത് തലയുയർത്തി നിൽക്കുന്ന കോഴിക്കോട് NIT ക്യാമ്പസിൽ ഭരണസമിതിയിൽ അതിൽ യോഗത്തിൽ പോലും പങ്കെടുക്കാൻ കാലുകുത്താൻ ഈ ലഫീർ മുഹമ്മദിനെ BJP അനുവദിക്കില്ല. ഞങ്ങൾക്കറിയേണ്ടത്, ഇദ്ദേഹം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മംഗലാപുരത്ത് പോയിട്ട് അവിടെ ഒരു വിവാദ വ്യവസായി, അദ്ദേഹത്തിന്റെ പേര് ഫറൂഖ്, അദ്ദേഹത്തിന്റെ അടുത്ത് പോയിട്ടുണ്ട്. ഇതൊക്കെ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇതൊക്കെ തന്നെ പൊതുസമൂഹത്തിന് വലിയ സംശയമുണ്ട്. ഇതൊക്കെ ദൂരീകരിക്കേണ്ടത് മുഖ്യമന്ത്രിയാണ്. കോഴിക്കോട്ടെ DCC അറിയോ? UDFന്റെ നേതൃത്വം അറിയോ? ബഹുമാനപ്പെട്ട MP MK രാഘവൻ അറിയോ? കുന്നമംഗലത്തെ MLA അറിയോ? ഇവരാർക്കെങ്കിലും അറിവോ അല്ലെങ്കിൽ സമ്മതമോ കൂടിയിട്ടാണോ ഈ നിയമനം വന്നിട്ടുള്ളത്? ഇനി അതല്ല, എന്റെ താല്പര്യ പ്രകാരമാണ് ഞാൻ നിയമിച്ചതെന്ന് മുഖ്യമന്ത്രി പറയുകയാണെങ്കിൽ എന്താണ് ഇദ്ദേഹത്തിന്റെ യോഗ്യത? NITയുടെ ഭരണസമിതിയിലേക്ക് വരാൻ ഇദ്ദേഹത്തിന്റെ യോഗ്യത എന്താണെന്ന് വ്യക്തമാക്കണം. എന്തായാലും ഞങ്ങൾ അടങ്ങിയിരിക്കില്ല. 10-ാം തീയതി NITയിലേക്ക് BJPയുടെ പ്രതിഷേധ മാർച്ച് ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കും. അദ്ദേഹം ഏത് ദിവസം വന്നാലും ഞങ്ങൾ പരസ്യമായി അദ്ദേഹത്തെ തടയും. ഇതാണ് BJPയുടെ നിലപാട്. ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിന് ഇതിനെക്കുറിച്ച് യാതൊരു അറിവുമില്ല എന്നുള്ളതാണ്. അല്ല, കോൺഗ്രസ് നേതൃത്വത്തിന് ഞങ്ങളുടെ അറിവോട് കൂടിയാണ് ഈ ലഫീർ മുഹമ്മദ് വന്നതെങ്കിൽ എന്താണ് ഇദ്ദേഹം എവിടെയാണ് പ്രവർത്തിച്ചത്? UDFൽ, കോൺഗ്രസിൽ എവിടെയാ പ്രവർത്തിച്ചത്? ഇനി ഞാൻ ഈ പറഞ്ഞ കോൺഗ്രസിന്റെ ഫണ്ടിങ് ഏജൻസിയാണോ? VD സതീശന്റെ ബിനാമിയാണ്? അത് പറയട്ടെ. സാധാരണ കോൺഗ്രസ്സുകാർക്ക് ഇക്കാര്യത്തിൽ ചിലത് അറിയണമല്ലോ. ഒരു സംസ്ഥാനത്ത് ഭരണത്തിൽ വന്ന് അതിലെ ചില രാഷ്ട്രീയ നിയമനങ്ങൾ നടത്തുമ്പോൾ
നൂറുകണക്കിന് സാധാരണ അധ്വാനിച്ചിട്ടുള്ള വിദ്യാസമ്പന്നരായിട്ടുള്ള കോൺഗ്രസിന്റെ പ്രവർത്തകരും നേതാക്കളും ഉള്ള ഒരു സ്ഥലത്ത് ലഫീർ മുഹമ്മദിനെ പോലെ കളങ്കിതനായിട്ടുള്ള ഒരു വ്യക്തിയെ ഇങ്ങനെ നിയമിച്ചതിന്റെ മാനദണ്ഡം എന്താണെന്ന് അറിയാൻ കോൺഗ്രസിന്റെ പ്രവർത്തകർക്കും താല്പര്യമുണ്ടല്ലോ, UDF നേതൃത്വത്തിനും താല്പര്യമുണ്ടല്ലോ. അതവർ തുറന്നു പറയട്ടെ. എന്നാൽ ഒരു കാര്യം നിങ്ങൾ പറയാം, NITയുടെ ചരിത്രത്തിൽ, തിളക്കമാർന്ന ചരിത്രത്തിൽ ഇന്നേ വരെ ഇത്തരത്തിലുള്ള ഒരു ആരോപണ വിധേയനായിട്ടുള്ള കളങ്കിതനായിട്ടുള്ള ഒരു വ്യക്തി ഗവേണിംഗ് ബോഡിയിൽ വന്നിട്ടില്ല. അത് LDF ഭരിച്ചപ്പോഴും UDF ഭരിച്ചപ്പോഴും മുൻകാലങ്ങളിൽ വന്നിട്ടില്ല. കേന്ദ്ര ഗവൺമെന്റിന്റെ നോമിനി UPA ഭരിച്ചപ്പോഴും NDA ഭരിച്ചപ്പോഴും വന്നിട്ടില്ല. ഇപ്പൊ ഇങ്ങനെ ഒരു കളങ്കിതനെ കൊണ്ടുവരാൻ എന്താണ് VD സതീശന്റെ താല്പര്യമെന്ന് അദ്ദേഹം പൊതുസമൂഹത്തോട് പറയട്ടെ. NIT അടക്കമുള്ള സ്ഥാപനങ്ങളിലേക്ക് സംസ്ഥാന സർക്കാരുകൾക്ക് 2 പേരെ വീതം നോമിനേറ്റ് ചെയ്യാവുന്നതാണ് ഇത്തരത്തിൽ ഗവേണിംഗ് ബോഡിയിലേക്ക്. അത്തരത്തിലുള്ള ഒരു നാമനിർദ്ദേശമാണ് ഇപ്പോൾ വീണ്ടും VD സതീശൻ സർക്കാരിന് വിവാദ കുരുക്കിൽ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. 2021 ജനുവരി മാസം 21-ാം തീയതിയാണ് സ്വപ്ന സുരേഷ് കൂടി ഉൾപ്പെട്ട സ്വർണ്ണക്കൊള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടുള്ള ഡോളർ കടത്ത് കേസിൽ ഈജിപ്ഷ്യൻ പൗരനിൽ നിന്ന് ഡോളർ വാങ്ങിയെന്ന ആരോപണത്തിന്റെ മേൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ ലഫീർ മുഹമ്മദിനെ ചോദ്യം ചെയ്യുന്നത്. പിന്നീട് അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളും അപ്പോഴാണ് വരുന്നത്. അതിനുശേഷം പിന്നീട് ഇപ്പോൾ ഇത്രയും വർഷം കഴിഞ്ഞതിന് ശേഷം ഇതേ VD സതീശൻ സർക്കാർ എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ ഇത്തരത്തിലൊരു സ്ഥാനത്തേക്ക് നോമിനേറ്റ് ചെയ്തത് എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ BJPയുടെ സിറ്റി ജില്ലാ പ്രസിഡന്റ് ആയിട്ടുള്ള അഡ്വക്കേറ്റ് പ്രകാശ് ബാബു ചോദിച്ചിരിക്കുന്നത്. 2 പേരെയാണ് VD സതീശൻ സർക്കാർ ഇപ്പോൾ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത്. അതിലൊരാൾ കോൺഗ്രസിന്റെ പ്രൊഫഷണൽ കോൺഗ്രസിന്റെ ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള ഒരു വ്യക്തിയാണ്. രണ്ടാമത്തെ ആളാണ് ഈ ലഫീർ മുഹമ്മദ് എന്ന് പറയുന്ന വിവാദ വ്യവസായി ആയിട്ടുള്ള ആൾ. കോൺഗ്രസിൽ പ്രവർത്തിച്ചതിന്റെ എന്ത് അടിസ്ഥാനത്തിലാണ്, എന്ത് പരിചയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ലഫീർ മുഹമ്മദിനെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയത് എന്നുള്ള ചോദ്യമാണ് ചോദിക്കുന്നത്. മാത്രമല്ല ലഫീർ മുഹമ്മദ് VD സതീശന്റെ ബിനാമിയാണോ എന്നുള്ള വളരെ ഗുരുതരമായ ഒരു ചോദ്യം കൂടി BJPയുടെ ജില്ലാ നേതൃത്വം ചോദിക്കുന്നുണ്ട്. എന്തായാലും ഇതിന് മറുപടി പറയേണ്ടത് VD സതീശൻ സർക്കാരാണ്. വരും ദിവസങ്ങളിൽ തന്നെ അദ്ദേഹത്തിന്റെ മറുപടി ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.